ഹലോ ഗായ്സ്, നമുക്കിന്ന് കോഴിക്കോട്ട് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം നമ്മൾ അതിൽ വേണ്ട അരിപ്പൊടിയൊക്കെ ചേർക്കാണ്. ഒരു 1.5 കപ്പ് നമ്മൾ അരിപ്പൊടി ഇടാണ്. അത് കഴിഞ്ഞ് നമ്മൾ അത് നല്ലോണം ഇളക്കി ഒരു അര സ്പൂൺ ഉപ്പ് അത് വെച്ച് നമ്മൾ വിസ്ക് വെച്ച് നല്ലോണം ഇളക്കാണ്. ഉടച്ച് ഉപ്പൊക്കെ കട്ടിയാവാതിരിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ നല്ലോണം തിളച്ച ചൂടുവെള്ളം ഈ പൊടിയിലേക്ക് നമ്മൾ മിക്സ് ചെയ്യുകയാണ്. ഇനി നമുക്കത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മളത് കുഴച്ചൊരു റൗണ്ടാക്കിയിട്ട് നമ്മൾ വെച്ചു. ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസുകളൊക്കെ ആക്കിയിട്ട് നമുക്കത് നോക്കാം. ഇപ്പോൾ തേങ്ങ ഞാൻ ചിരകിയെടുത്തു. ഈ പ്രാവശ്യം കോഴിക്കോട്ടേക്ക് ഒരു പ്രത്യേകത, നമ്മൾ ശർക്കരയൊന്നും ചേർക്കാണ്ടാണ് നമ്മൾ കോഴിക്കോട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശർക്കരയ്ക്ക് പകരം നമ്മൾ പഞ്ചസാരയാണ് ചിരകുന്നത്. ഇതിപ്പോൾ കണ്ടോ, നമ്മൾ തേങ്ങ ചിരകുമ്പോൾ കുറേ കരടൊക്കെ വീഴും. അപ്പോൾ നമ്മൾ കുട്ടികൾ കഴിക്കണതാണല്ലോ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ കരടൊക്കെ നമ്മൾ പറക്കി കളയണം. അപ്പോൾ ഞാൻ തേങ്ങ ചിരകിയപ്പോൾ കുറേ കരടും കാര്യങ്ങളൊക്കെ ഈ തേങ്ങയമ്മത്തെ ഞാരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വീഴും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ തൊണ്ടയിൽ അത് കുരുങ്ങും. നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് അതൊക്കെ എടുത്ത് കളയണം. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാൻ ഇനി അതിൽ 3.5 സ്പൂൺ പഞ്ചസാര ഇടാൻ പോവാണ്. അതിട്ടു. 3.5 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നമ്മളത് ഇളക്കി വെക്കും കുറച്ച് നേരത്തേക്ക്. ഇപ്പോൾ ഞാൻ ഓരോന്ന് ബോൾസായിട്ട് നല്ല പാലിൽ നമ്മളിത് കുഴച്ച് ഉണ്ടാക്കി. ഉണ്ടയാക്കുമ്പോൾ ഇച്ചിരി പാലോ പശുമ്പാലോ വെച്ചിട്ട് ഉണ്ടയാക്കുകയാണെങ്കിൽ സോഫ്റ്റിൽ കിട്ടും. ഇപ്പോൾ നല്ല പരുവത്തിൽ